Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗാരേജ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് വീഡിയോസിൽ നമ്മളെ ഗാരേജ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ അവസ്ഥയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയാണ് പിന്നെ ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്യണത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, എന്തൊക്കെ വർക്കിംഗ് പ്രോഗ്രസ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ഗാരേജിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ ഗാരേജ്. ഇതാണ് നമ്മുടെ ഗാരേജ്. നമ്മുടെ ഈ ഗാരേജിൽ ഇപ്പം നിലവിൽ ഇവിടെ ഒരു ഇന്നോവ ഇത് ബേസ് കോട്ട് അടിച്ചിട്ടേക്കാണ്. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു. അതിപ്പോൾ നമുക്ക് മെറ്റാലിക് ഗ്രേ കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മളെ ബൂത്താണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ബൂത്താണ്. ഡബിൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ലൈറ്റിങ് കൊടുത്തിട്ട് നമ്മൾ തന്നെ നിർമ്മിച്ചൊരു ബൂത്താണ്. അപ്പോൾ ഇതിലൊരു വണ്ടി കിടക്കുന്നുണ്ട്, ഒരു ഷാമ്പിയൻ ഗോൾഡ് വണ്ടി, അതായത് സിൽക്കി ഗോൾഡ് അല്ല, പഴയ നമ്മുടെ കളറായ ഷാമ്പിയൻ ഗോൾഡ് തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അത് ഏകദേശം ബേസ് കോട്ടും കാര്യങ്ങളെല്ലാം അടിച്ച് ക്ലിയറായി നിൽക്കണം. ഇനി നമുക്ക് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ബാക്ക് സൈഡിൽ ഒരു പറമ്പുണ്ട്, അത് പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് ഇവിടെ ബോഡി ഉരക്കലും കാര്യങ്ങൾ അങ്ങനെയുള്ള വർക്ക് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിലാണ് നമ്മൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള വണ്ടികൾ പോളിഷിങ്ങിനും അതേപോലെ തന്നെ സെറ്റിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മളത് പുറത്ത് ഇത്രയാണ് സ്പേസ് ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മളുടെ ടർപ്പായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തമിഴ് ലോറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് വരുന്നില്ല, ആ ഒരു ഷീറ്റ് ശരിക്കും ഇവിടെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടികളാണ്. ഇത് ക്രിസ്റ്റിക്ക് പറഞ്ഞൊരു കളറാണ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സെറ്റിങ് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ വണ്ടി ഫ്രണ്ട് ഇവിടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം സെറ്റിങ് കഴിഞ്ഞു, പക്ഷേ പോളിഷിങ് ബാക്കിയാണ്. അതേപോലെ ഈ സൈഡിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇതും ഫ്രണ്ടിൽ സെറ്റിങ് കാര്യങ്ങൾ ഗ്രേ കളർ വണ്ടിയാണ്. ഇത് മുന്നേ സിൽവർ കളർ വണ്ടിയായിരുന്നു, അതിനെ ഗ്രേ കളറിലേക്ക് മാറ്റി ഫ്രണ്ടിൽ സെറ്റിങ് കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ നിൽക്കാം. സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇനി നമ്മൾക്ക് കുറച്ച് വർക്കിംഗ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ താഴത്തൊരു സ്പേസ് ഉണ്ട്, അതായത് ഒരു പറമ്പുണ്ട്. ഇത് ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു. ഈ വൈറ്റ് കളർ വണ്ടി നമ്മൾ അത്യാവശ്യം ബോഡി ഷേപ്പ് ഔട്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. ഇതായിരുന്നു വണ്ടി. ഈ വണ്ടീനെ നമ്മളിപ്പോൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രൈമർ കോട്ട് കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമർ കോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് അടിക്കുക, പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ഇതിലെ ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങൾ ഇവിടെ നമ്മളൊരു സെപ്പറേറ്റ് ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്തിട്ട് സെറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ബാക്കിൽ കാണുന്നുണ്ടാവും ഒരുപാട് ഇന്നോവകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഓരോ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇന്നോവകൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം പുട്ടി വർക്ക് ഉരയ്ക്കണ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണത് ഇവിടെ പുറത്തിട്ട് ചെയ്യണം. കാരണം അവിടെ തണലുണ്ട്, മരങ്ങളൊക്കെ ഉള്ള കാരണം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കേഴ്സിനെ വർക്ക് ചെയ്യാൻ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൊടി കൊണ്ട് പ്രശ്നമില്ല, കാരണം പെയിൻറ്റിങ്ങിൻ്റെ സമയത്താണ് പൊടി കാര്യങ്ങൾ, പോളിഷിങ്ങിൻ്റെ സമയത്താണ് പ്രശ്നം. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും അതായത് ബോഡി ഫില്ലർ ഇട്ട് ഒരിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്പേസിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഇതേ ഈ ഒരു കണ്ടീഷനായിരുന്നു. ഈ ഒരു വണ്ടി അതായത് ഇടിച്ച വണ്ടിയാണ്. ഫ്രണ്ടിൽ നിന്ന് നമ്മളുടെ ഈ ഒരു ചേസ് ചെയ്യുന്ന ഈ ഫ്രെയിം വിട്ട് ഹൈറ്റ് ചെയ്ത് പോയി, അതായത് ഈ സൈഡ് കുത്തി ഇടിച്ചൊരു വണ്ടിയായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്ട് ആ ഉണ്ടായിരുന്ന ഫ്രെയിം തന്നെ വലിച്ച് നിർത്തി ക്ലിയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈപ്പ് 4, അതായത് ടൈപ്പ് 2 വണ്ടിയായിരുന്നു, ഒരു ബ്ലൂ കളർ വണ്ടിയായിരുന്നു. ഇത് നമുക്ക് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് LED ടൈലാമ്പെല്ലാം സെറ്റ് ചെയ്ത് കളർ കറക്റ്റ് കൺഫേം ആയിട്ടില്ല ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇടിച്ചിട്ടാണ് നമ്മളിവിടേക്ക് വന്നത്. അപ്പോൾ അത് നമ്മൾ ഇടിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ പ്രൈമർ കോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് പ്രൈമർ കോട്ട് ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ബോഡി പാർട്സുകളെല്ലാം സെറ്റിങ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഓരോ വണ്ടികളും നമുക്ക് അടുത്ത വണ്ടി കാണാം. ഇത് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന അക്കോർഡാണ്. ഫുൾ പെയിൻറ്റ് വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിൻ്റാണ് നമ്മൾ ഇതിനടിക്കുന്നത് കേട്ടോ. 2008 മോഡൽ അക്കോർഡാണ് കേട്ടത്.
അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചിട്ട് നമ്മളുടെ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇതൊരു ബാക്ക് ഫ്രണ്ടും, അതായത് ഫ്രണ്ടിലൊരു ഒമിനി വന്ന് ഇടിച്ചിട്ട് നേരെ ഫ്രണ്ടിലുണ്ടായിരുന്ന ലോറി അങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുമേക്ക് ഇടിച്ചു. പക്ഷേ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ബോണ്ട് ബെൻഡായതുകൊണ്ട് ഈ ഫ്രെയിം ചെറുതായിട്ട് ഏകദേശം ഒരു 4 ഇഞ്ച് വലിപ്പത്തിൽ ടോപ്പ് ഭാഗം മാത്രം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അത് വലിച്ച് ക്ലിയർ ചെയ്തെടുക്കണം. ടോപ്പ് ഭാഗം മാത്രം ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ആ ബ്ലൂ വണ്ടി അങ്ങനെയല്ല, ചേസിൽ നിന്ന് വിട്ടു പോന്നിരുന്നു. പക്ഷേ ഇത് ടോപ്പ് ഭാഗം മാത്രമേ ഉള്ളിലേക്ക് പോയിട്ടുള്ളൂ. ആ വലിച്ച് നിർത്തിയാൽ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് ഇടിച്ച മാതിരി തന്നെ നമ്മുടെ ബാക്ക് വശം കാണാം. ഫ്രണ്ട് ഇടിച്ച മാതിരി തന്നെ ബാക്ക് സൈഡ് ഇതേപോലെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു മിനി വന്ന് ഇടിച്ച് ഫ്രണ്ടിലേക്ക് നീങ്ങിപ്പോയതെന്ന് കസ്റ്റമർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയും അടുത്ത് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള വണ്ടിയാണ്. അതുപോലെ ഈ ഒരു വണ്ടി, അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സിൽവർ കളർ വണ്ടിയായിരുന്നു. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. നല്ല രീതിയിൽ ഷേപ്പ് ഔട്ട് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പുട്ടി വേറെ ഗ്യാരേജ് ചെയ്തിട്ട് ഒരുപാട് കയറിയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ട് ഷേപ്പൊക്കെ ചെയ്ത് പ്രൈമർ കോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വണ്ടികളും അവിടെ നിന്ന് നേരെ പോളിഷിങ്ങിൽ ഇറങ്ങും. പോളിഷിങ് സെറ്റിങ് കഴിഞ്ഞ് വണ്ടി ഡെലിവറി ചെയ്യും. അതേപോലെ ഇവിടുത്തെ പുട്ടി വർക്ക് കഴിഞ്ഞ വണ്ടികളെല്ലാം പെയിൻറ്റിങ്ങിന് കയറും. ആ ഒരു റൊട്ടേഷനിലാണ് നമ്മളുടെ ഗ്യാരേജിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഗ്യാരേജിനെ പറ്റി പറയുമ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യണവരെയും പറ്റി പറയണം. കാരണം മൊത്തം 12 ആൾക്കാരാണ് ഉള്ളത്. ഇതിൽ 10 വർക്കേഴ്സാണ്. 10 വർക്കേഴ്സിൽ ഞാനൊരു പേര് ജസ്റ്റ് ഒന്ന് പറയാം. പ്രകാശ്, സന്തോഷ്, രവി, ബാബു, ഫൈസൽ, സിദ്ധു, വിവേക്, വത്സൻ, വിപിൻ ആൻഡ് അരുൺ തുടങ്ങിയ വർക്കേഴ്സാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദുബായിലും അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഗ്യാരേജിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഗ്യാരേജിലെ വർക്കേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം. കാപ്സി 2K പെയിൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോട്ട് ഓൺ റബ്ബിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ 3M വാക്സ് പോളിഷിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്യാരേജ് ജസ്റ്റ് കാണിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. കാരണം ഗ്യാരേജിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്യാരേജിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ പുറമെ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വണ്ടികളുടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോയും വരുന്നതാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.